ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിൽ ഇന്ന് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. വെറുതെ തുടങ്ങിയൊരു ചാനലാണ്. ഒരിക്കലും 1K സബ്സ്ക്രൈബർ ആകുന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. എന്താണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഇന്ന് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു 8 രഹസ്യമുണ്ട്. അതെന്താണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ട്, അതായത് അവർ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു 3 തൊട്ട് ഒരു 8 മാസത്തിനുള്ളിലായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് നടക്കുക. കാരണം അവർക്ക് ആ ഒരു ടൈമിലായിരിക്കും അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുന്നത്. അതുപോലെ തന്നെയായിരിക്കും അവർ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ ഒരു മാസങ്ങളിലായിരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും നെഗറ്റീവ് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യും. അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് നടക്കുന്നത് റിലേഷൻഷിപ്പ് ആയിട്ട് ഒരു 3 to 8 മാസത്തിന് ഉള്ളിലായിരിക്കും. ഇനി 1 വർഷത്തിനൊക്കെ മുകളിൽ ഒരു റിലേഷൻഷിപ്പ് പോകുവാണെങ്കിൽ ബ്രേക്കപ്പിനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിലും ബ്രേക്കപ്പൊക്കെ ആകുന്നവരുണ്ട്. അതല്ലാതെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് നടക്കുന്നത് 3 തൊട്ട് 8 മാസത്തിനുള്ളിലാണ് ആദ്യത്തെ. 1 വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബ്രേക്കപ്പിൻ്റെ ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് കുറയുകയാണ്. ബ്രേക്കപ്പ് ആകുന്നവരുണ്ട്, എങ്കിലും ആ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതലായിട്ടും അവരെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ അവരോട് സംസാരിക്കുന്നതും ഈ ഒരു 3 to 8 മാസത്തിനുള്ളിലായിരിക്കും. അവരെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ മനസ്സിലാക്കുകയും ചെയ്യും. അതായത് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന സമയമാണ് ഈ ഒരു ആദ്യത്തെ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ആദ്യത്തെ 3 മാസമാണ് എന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ ആ ഒരു 3 മാസം അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും. അതായത് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും രണ്ടുപേരും. അവരങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാമല്ലോ, ഗേൾസിന് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് അവർക്ക് സംസാരിക്കാനും. ചെറിയ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അവരതൊരു വലിയ സെൻറ്റൻസ് ആക്കിയിട്ടായിരിക്കും പറയുന്നത്. അത്രയും സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഈ ഗേൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 2-3 മാസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും, അതായത് കുഞ്ഞിലേ തൊട്ട് ഇത്രയും നാളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ 3 മാസമായിരിക്കും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന സമയം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആൺകുട്ടി ആദ്യമായിട്ടൊരു പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ നെറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ കയ്യിലായിരിക്കും. ആണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നതായിരിക്കും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടം. അതായത് അവർക്ക് കൂടുതൽ ഇഷ്ടം നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നതായിരിക്കും. കാരണം അതിന് പ്രത്യേകമായിട്ടൊരു വാത്സല്യമുണ്ട് എന്നാണ് അവരുടെ മനസ്സിലുള്ള ഒരു തോന്നൽ. അതേപോലെ തന്നെ ഈ സ്നേഹബന്ധങ്ങളെയൊക്കെ കുറച്ചുകൂടി ദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ നെറ്റി കൊടുക്കുന്ന ഉമ്മയാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെറ്റിയിൽ കിട്ടുന്ന ഒരു ഉമ്മയായിരിക്കും ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം. അതായത് എന്നാണോ ആ ഒരു നെറ്റിയിൽ ഉമ്മ കൊടുത്തത് ആ ഒരു കാര്യം അവർ മറക്കത്തേ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നത് നെറ്റിയിലാണെങ്കിൽ അതിനെ കൂടുതലായിട്ടും വാത്സല്യവും സ്നേഹവും, അതായത് സ്നേഹബന്ധങ്ങളെ ദൃഢമാക്കും എന്നാണ് ഗേൾസ് പൊതുവെ വിശ്വസിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യാണ്. അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 3 മാസം, ആ ഒരു 3 മാസം ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തോരം ദേഷ്യമുണ്ട്, നിങ്ങൾ സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, നിങ്ങൾക്ക് സ്നേഹം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങി നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു എൻ്റയർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആ ഒരു പെൺകുട്ടി ആദ്യത്തെ 3 മാസം നിങ്ങളിൽ നിന്നും പഠിച്ചെടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തോരം ദേഷ്യം വരും, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ദേഷ്യം വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് സന്തോഷം തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അവരോടൊരു സ്നേഹം തോന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
നിങ്ങളിൽ നിന്നും അവരെ ആദ്യത്തെ 3 മാസം പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലോ, അങ്ങനെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ മാക്സിമം ശ്രദ്ധിച്ച് കേട്ടിരിക്കും. എന്നിട്ട് അതിൽ നിന്നും അവർ തന്നെ ഓർത്തിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ദേഷ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും. അതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒട്ടുമിക്ക പെൺകുട്ടികളും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വേറെയൊന്നുമല്ല, സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. പെൺകുട്ടികൾക്ക് പൊതുവെ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. ആൺകുട്ടികൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് സൈഡിൽ, അതായത് അവരുടെ സൈഡിലേക്ക് ഇരുന്നിട്ട് സംസാരിക്കാനായിരിക്കും ആൺകുട്ടികൾക്ക് ഇഷ്ടം. എന്നാൽ പെൺകുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ്, അതായത് നേരെ നേരെ നോക്കി സംസാരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കണ്ണിൽ നോക്കിയിട്ട് വേണം അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കണ്ണിൽ മാത്രം നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന ആൺകുട്ടികളെ പൊതുവെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നേരെ ഫേസ് ടു ഫേസ് ആയിട്ട്, അതായത് കണ്ണിൽ നോക്കി സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ 6ാമത്തെ കാര്യം ഇതാണ്, വേറെ ഒന്നുമല്ല. ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ചിട്ട് വേറെ സ്ത്രീകളെ പുകഴ്ത്തി പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയോട് പറയുകയാണ്, ആ പോകുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ നന്നായിട്ട് പാട്ട് പാടും അല്ലെങ്കിൽ ഡാൻസ് കളിക്കും, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഒരു പെൺകുട്ടികൾക്കും സഹിക്കില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ അവരുടെ അമ്മമാരെ പറഞ്ഞാലും അവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും വേറൊരു പെൺകുട്ടീനെ പുകഴ്ത്തി പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നീടൊരു സമയം വരുമ്പോൾ അവൾ ഈ ഒരു കാര്യം എടുത്തിടുകയും നിങ്ങളോട് നന്നായിട്ട് വഴക്കിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് വേറെ പെൺകുട്ടികളെ പുകഴ്ത്തി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്, വേറെ ഒന്നുമല്ല. സെയിം ഡ്രസ്സ് ധരിച്ചിട്ട് ആരെയെങ്കിലും പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിഫോം, അതല്ല ഉദ്ദേശിച്ചത്. അതല്ലാതെ പുറത്തിപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്നതോ വല്ല ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരാൾ ഇവരുടെ തന്നെ ഈ സെയിം ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ആ ഒരു വസ്ത്രം ധരിക്കാൻ താല്പര്യം കുറയും എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആ ഒരു ഡ്രസ്സിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പിന്നെ മടിയായിരിക്കും ആ ഒരു ഉടുപ്പിട്ടുകൊണ്ട് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതും വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സ്നേഹം തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടം തോന്നുമ്പോഴോ ഒക്കെ ആയിരിക്കും അവൾ മാക്സിമം അവനെ ഓരോരോ ഇരട്ടപ്പേരുകളൊക്കെ ഇട്ട് വിളിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവരോരോ പെറ്റ് നെയിംസ് ഒക്കെ ഇടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അക്കു എന്ന് വിളിക്കും, അച്ചു എന്ന് വിളിക്കും, കുക്കു എന്ന് വിളിക്കും. അങ്ങനെ ഓരോ പെറ്റ് നെയിംസ് ഇവർ തന്നെ ഇടാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെറ്റ് നെയിംസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നതാണ്. ഇഷ്ടമുള്ളവരോടാണ് പൊതുവെ സ്ത്രീകൾ ഇങ്ങനെ പെറ്റ് നെയിംസ് ഒക്കെ ഇട്ട് വിളിച്ച് ഇരട്ടപ്പേരൊക്കെ ഇട്ട് വിളിച്ച് ഇങ്ങനെ കളിയാക്കുന്നത്. അത് അവർക്ക് അവരോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ഇതേപോലെ നിങ്ങളെ പെറ്റ് നെയിംസ് ഒക്കെ ഇട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ 8 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ഇതൊക്കെ അറിയില്ലാത്ത കൂട്ടുകാർ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനാരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.